ഇന്ന് വാവായതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റു. ചിയ സീഡിൻ്റെ വെള്ളമാണ് കേട്ടോ ഞാൻ രാവിലെ കുടിച്ചത്. അല്ലിമോള് നല്ല ഉറക്കത്തിലായിരുന്നു. പച്ചക്കറിയൊക്കെ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിനുള്ള പച്ചക്കറി അടുപ്പിൽ വെച്ചിട്ട് ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അമ്മ രാവിലെ മറ്റു കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീട്രൂട്ട് പച്ചടി അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴേക്ക് അല്ലിമോൾ ഉണർന്നു. പിന്നെ അവൾക്ക് പാലെല്ലാം കൊടുത്തതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് ഞങ്ങളങ്ങ് കഴിച്ചു. അങ്ങനെ ബീട്രൂട്ട് പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അല്ലിമോൾ ഉണർന്നു. പിന്നെ ചേട്ടൻ കുറച്ച് നേരമൊക്കെ കൊണ്ട് നടന്നായിരുന്നു. പിന്നെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതൊക്കെ സക്സസ് ആയി. പിന്നെ ചെറിയ ചെറിയ കറികൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി എല്ലാത്തിനും കടുതാളിച്ചൊക്കെ വെച്ചു. അങ്ങനെ ബീട്രൂട്ട് പച്ചടി കിച്ചടി അങ്ങനെ ചെറിയൊരു സദ്യ, വലിയൊരു സദ്യയൊന്നും അല്ല. പിന്നെ വാവിന് നമ്മൾ സദ്യ കഴിക്കുന്നതിന് മുന്നേ കാക്കയ്ക്ക് വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അച്ഛൻ രാവിലെ ബലിയൊക്കെ ഇട്ടിട്ട് വന്നതിന് ശേഷം സദ്യയൊക്കെ റെഡിയാക്കിയതിന് ശേഷം കാക്കയ്ക്ക് ചോറ് വെച്ചു. ബലിക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ടേബിളിൽ ഇരിക്കുന്നതുകൊണ്ട് കാക്ക ആദ്യമൊന്നും വന്നില്ല. പിന്നെ നമ്മൾ മാറി ഇരുന്നതിന് ശേഷം ബലിക്കാക്ക വന്ന് ചോറെടുത്തു. ബലിക്കാക്ക വന്ന് ചോറ് കഴിച്ചതിന് ശേഷമാണ് മറ്റു കാക്കകൾ വന്ന് ചോറ് കഴിക്കുന്നത്. അതിനുശേഷം അല്ലിമോളെ കുളിപ്പിക്കുന്ന അടുത്ത ചടങ്ങായി. അല്ലിമോളെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയതിന് ശേഷം ഞാനും കുളിച്ച് റെഡിയായി. അങ്ങനെ ഞാനും ഒന്ന് സുന്ദരി ആവാമെന്ന് വിചാരിച്ചു. ചെറിയ ഗ്രൂമിങ് സെഷനൊക്കെ, കണ്ണ് വരയ്ക്കുക, പുരികം വരയ്ക്കുക, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഇടുക, പൗഡർ ഇടുക, അത്ര തന്നെയാണ് എൻ്റെ ഗ്രൂമിങ് സെക്ഷൻ. വീട്ടിലായതുകൊണ്ട് വലിയ മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. അല്ലിമോള് സുന്ദരിയായിട്ട് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഉച്ചത്തെ സദ്യക്ക് പപ്പടം, ഇഞ്ചി, നാരങ്ങ, പച്ചടി, കിച്ചടി, തോരൻ, അവിയൽ, ചെറിയൊരു കൂട്ടുകറി, പിന്നെ സാമ്പാർ, കടലപ്രഥമൻ, ഇത്രയാണ് നമ്മൾ ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട് ഉണ്ടാക്കിയത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അമ്മയാണ് ചോറ് വിളമ്പിയത്. അമ്മ ചോറ് വിളമ്പി തന്നു, നമ്മൾ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.